ഭിന്നശേഷിക്കാരായ കായംകുളം ചേരാവള്ളി സ്വദേശിനി ചന്ദ്രികയ്ക്കും മക്കൾക്കും ഇനി അടച്ചുറപ്പുള്ള സ്വന്തം വീട്ടിൽ താമസിക്കാം. സുമനസുകളുടെ സഹായത്തോടെ പണികഴിപ്പിച്ച ഇവരുടെ വീടിന്റെ താക്കോൽദാനം മുൻ MLA അഡ്വക്കേറ്റ് യു പ്രതിഭ നിർവഹിച്ചു. മേൽക്കൂര നശിച്ചു തകർന്നുപോയ ഇവരുടെ വീടിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾക്ക് വാർഡ് കൗൺസിലർ ഷാമില അനിമോന്റെ നേതൃത്വത്തിലായിരുന്നു 2025 തുടക്കം കുറിച്ചത്. സുമനസുകളുടെ സഹായത്തോടെ ഭിന്നശേഷിക്കാരായ കായംകുളം ചേരാവള്ളി കൊല്ലകത്തറയിൽ ചന്ദ്രികയ്ക്കും മക്കൾ മോനിഷ, മഹേഷ് എന്നിവർക്കുമായി പണി കഴിപ്പിച്ച വീടിന്റെ താക്കോൽദാന കർമ്മം നടന്നു. മുൻ കായംകുളം MLA അഡ്വക്കേറ്റ് യു പ്രതിഭയാണ് താക്കോൽദാനം നിർവഹിച്ചത്. ഇത് ഷാമില വളരെ ജനകീയമായിട്ടുള്ളൊരു കൗൺസിലർ ആയിരുന്നു. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ ജനപ്രതിനിധികളെയും ഒത്തിരി ശ്രദ്ധിക്കുന്ന ആളാണ്. ഭയങ്കര ജനകീയ എന്ന് പറഞ്ഞാൽ ഏത് രാത്രിയിലും പകലും ഏതാളുടെ ഏത് ആവശ്യത്തിന് അവരെ വിളിച്ചാലും കൂടെ ഉണ്ട്. അതാണ് ഒരു കൗൺസിലർക്ക് വേണ്ടത്. അതേ പ്രസന്ന കൗൺസിലർ ഇപ്പം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സമാനമായി തന്നെ വാർഡിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന നല്ല സാമർത്ഥ്യം, മിടുക്കും ഒക്കെ കാണിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ, ഈ ഒരു ആണുങ്ങളെ പുരുഷന്മാർ മോശമാണെന്നല്ല, പക്ഷെ സ്ത്രീകൾ കുറച്ചുകൂടി ഡെഡിക്കേറ്റഡ് ആയിരിക്കും ഇത്തരം കാര്യങ്ങളിൽ. അപ്പം ഇവിടെ ഒരുപാട് പേര് ചന്ദ്ര ചേച്ചിയുടെ ഈ ഒരു സന്തോഷത്തിൽ, ഈ ഒരു വീടിൻ്റെ കാര്യത്തിൽ അനിസകാവിനോടും ഷാമിലിയോടും ഒപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സഹായിച്ചു എന്നുള്ളതാണ്. എല്ലാവരോടും ഉള്ള ഒരു നിറഞ്ഞ ഹൃദയത്തോടെ ഒരു നന്ദി പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരാണ് ഇവർ രണ്ടുപേരും. ഞാനവർക്ക് ഇത്രയും സ്നേഹം, എന്തൊരു സ്നേഹം. എവിടെ നമ്മൾ നിന്നാലും നമ്മുടെ നിഴല് കണ്ടാൽ മതി, പറന്നു വരും അവിടേക്ക്. പറന്നു വരുന്ന ഒരാളാണ് ഒരു മോനും ഒരു മോളും. പിന്നെ ഞാൻ പറയും, നമുക്ക് എല്ലാം ഉള്ള മനുഷ്യർക്ക് പോലും പലപ്പോഴും വിദ്വേഷവും ദേഷ്യവും പകയും ഒക്കെ ഉണ്ട്. പക്ഷെ ചില പരിമിതികളുള്ള ഈ രണ്ട് മക്കൾ സ്നേഹസമ്പന്നരാണ്. അത് ചന്ദ്ര ചേച്ചി, അത് നിങ്ങളുടെ അവർക്കെല്ലാം അതിൽ നിറഞ്ഞതാണ്. എല്ലാം ഉള്ള മനുഷ്യർക്ക് ചിലപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല, അല്ലേ? അതിൽ നിങ്ങൾ ഭാഗ്യവതിയാണ്. ഒത്തിരി പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. ചന്ദ്രിക ചേച്ചിയും മക്കളും ഇതുപോലെ കഴിഞ്ഞ 2018 നമുക്കൊരു പ്രളയമുണ്ടായി. അന്ന് നമ്മുടെ ഈ തോട് കവിഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ വെള്ളം കയറി. അതിനുശേഷം പിന്നീട് വീണ്ടും ഒരു 2021 തോന്നുന്നു, വീണ്ടും ഒരു 24 ഒരു മഴ നല്ല രീതിയിൽ കയറി. ഇവരുടെ വീട് മേളിൽ നിന്ന് നല്ല രീതിയിൽ അടന്നുപോയി. അപ്പം ഇതുപോലെ വിളിക്കണം. അങ്ങ് നമ്മൾ ക്യാമ്പൊക്കെ സജ്ജീകരിച്ച്, ഇവിടെ താമസിക്കുന്നവർക്കൊക്കെ അറിയാം, ക്യാമ്പൊക്കെ സജ്ജീകരിച്ച് നമ്മൾ പോവുകയുണ്ടായി. മേൽക്കൂര നശിച്ച് തകർന്നുപോയ ഇവരുടെ വീട് വാർഡ് കൗൺസിലർ ഷാമില അനിമോന്റെ നേതൃത്വത്തിൽ ഇടപെടൽ നടത്തി 2025 പുനരുദ്ധരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. വാർഡിലെ തന്നെ നല്ലവരായ 7 കുടുംബങ്ങളുടെ സഹായം കൂടി സ്വരൂപിച്ച് പൂർത്തിയാക്കിയ വീടാണ് കൈമാറിയിരിക്കുന്നത്. വീട് പൂർത്തീകരണത്തിന് സഹായം നൽകിയ സലീന ഫാസിൽ, ഷഹുബാനത്ത്, സിയാദ്, മായ സുനിൽ, പ്രസന്നൻ, ഷാജു, ഫൈസൽ, നസീർ, ഷീബ, അനിമോൻ എന്നിവരെ യോഗത്തിൽ യു പ്രതിഭ ആദരിച്ചു. 25ാം വാർഡ് കൗൺസിലർ ഷാമില അനിമോന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ADS ബിന്ദുലാൽ സ്വാഗതം പറഞ്ഞു. 29ാം വാർഡ് കൗൺസിലർ പ്രസന്ന, CPI ടൗൺ സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീകുമാർ, AIYF മണ്ഡലം സെക്രട്ടറി രാകേഷ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. യോഗത്തിൽ തൊഴിലുറപ്പുമേറ്റ് ആശാ വർക്കർമാരായ സഫിയത്ത്, ഗിരിജ എന്നിവരും വാർഡിലെ CDS ADS ഭാരവാഹികളും പ്രദേശവാസികളും പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.